ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് CBAT-ന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RRB ALP അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിന്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു CBAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘട്ടം അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതെന്ത് ടെസ്റ്റ് ആണെന്ന് പല ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല. കാരണം ഇതിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് ഇല്ല. ഇതൊരു സാധാരണ എക്സാമും അല്ല. അതായത് ഒരു നോർമൽ എക്സാം എന്ന് പറയുന്ന സമയത്ത് അതിൽ ഒരു ചോദ്യം 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഒരെണ്ണം ശരി, ബാക്കിയൊക്കെ തെറ്റ്. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു എക്സാമേ അല്ല, ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള എക്സാമേ അല്ല CBAT എന്ന് പറയുന്നത്. എന്നാൽ വളരെ രസകരമായിട്ട് വളരെ കൂളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാമാണ്. നമുക്ക് ഈ CBAT എക്സാം എന്താണെന്നും അതെങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്ട്രാറ്റജീസും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻട്രിയുടെ ALP ബാച്ചസിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നുണ്ട്. അപ്പോൾ അതിൽ CBAT കോച്ചിങ് ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു CBAT എക്സാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 5 ടെസ്റ്റുകളാണ് ഉണ്ടാവുക. 5 ടെസ്റ്റുകൾ. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് മെമ്മറി ടെസ്റ്റ് ആണ്. ഓക്കെ, ഈ മെമ്മറി ടെസ്റ്റ് എങ്ങനെ അറിയുണ്ടാവുക? ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു പേജ് തരും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു പേജ് തരും. ഈ ഒരു പേജിൽ നിങ്ങൾ ഒരു 12 ചിത്രങ്ങൾ തന്നു എന്ന് വിചാരിക്കുക. ഈ ഒരു പേജിൽ 12 ചിത്രങ്ങൾ തന്നു. ഓക്കെ, ഈ ഒരു പേജിൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു 12 ചിത്രങ്ങൾ തരുന്നുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഒരു 2 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരും. ഓക്കെ, 2 അല്ല 3 മിനിറ്റ് സമയം. ഓക്കെ, ഇവിടെ നമുക്കൊരു 3 മിനിറ്റ് സമയം തരുന്നുണ്ടാവും. ഒരു 3 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ആ 3 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ ഈ 12 ഫിഗേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, മെമ്മറൈസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു 3 മിനിറ്റ് കൊണ്ട് ഇവിടെയുള്ള 12 ഫിഗേഴ്സും, ഇത് പല പല ഫിഗേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ ഒരു വീടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഓരോ ഐറ്റംസുകളായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ ആ 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 12 വീടുകളും ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത 3 മിനിറ്റിൽ 12 ചോദ്യങ്ങളായിരിക്കും. ആ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തും എന്താ ഉള്ളത്, ഈ സ്ഥലത്ത് എന്താ ഉള്ളത്, ABCDE എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോ സ്ഥലത്തുള്ള ഫിഗർ ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റിന്റെ പേരാണ് മെമ്മറി ടെസ്റ്റ് എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ടെസ്റ്റാണ്. ഇതിന് ചില പ്രാക്ടീസ് ഉണ്ട്, ഇതിന് ചില ഐഡിയാസ് ഉണ്ട്, ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കിലൂടെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഒരുപാട് വലിയ മെമ്മറി ഒന്നും വേണ്ട, ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. മെമ്മറി ടെസ്റ്റ് വലിയ പ്രശ്നമുള്ള ഇതൊന്നുമല്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഫോളോയിങ് ഡയറക്ഷൻസ്. അതായത് നിങ്ങൾക്കൊരു ചോദ്യം തരും. അതിൽ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഞാൻ പറയുകയാണ്, ഒന്നാമത്തെ ഈ ഒരു കോളം 2 കോളങ്ങളായിട്ട് ഇതിൽ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കുറേ ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ABCDE എന്നൊക്കെ പറഞ്ഞ് കുറേ ലെറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങളോട് ചോദിക്കുകയാണ് രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലെ എലമെന്റ് ഏതാണ്. ഓക്കെ, രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലെ എലമെന്റ് ഏതാണ്, B ആണല്ലേ. സോ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫോളോയിങ് ഡയറക്ഷൻ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം ഫോളോയിങ് ഡയറക്ഷൻസ് ആണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡെപ്ത് പെർസെപ്ഷൻ ആണ്. ഓക്കെ, ഈ ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ ഒരു കുറേ ക്യൂബുകളൊക്കെ തരും, കുറേ ക്യൂബുകൾ തരും. അതിൽ ഹിഡൻ ആയിട്ടുള്ള ക്യൂബ് ഏതാണ് എന്നൊക്കെ ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഹിഡൻ ക്യൂബ്. ഞാൻ അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടെസ്റ്റ് ആണ്. എങ്ങനെ വെച്ചാൽ കോൺസെൻട്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻ തരും. ഒരു എന്താ പറയുക, 0 1 0 3 2 4 2 3 1 6 4 2 3 1 എന്നൊക്കെ ഉള്ള നമ്പേഴ്സ് തരും. ഇതിൽ 6 ഉള്ളത് നിങ്ങൾ യെസ് കൊടുക്കുക, 6 ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, 6 ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അല്ലെങ്കിൽ 2 നമ്പേഴ്സ് ഇങ്ങനെ തരും. ഇപ്പോൾ ഉദാഹരണത്തിന് 2 നമ്പേഴ്സ് തരും, 0 1 2 3 4 0 1 2 3 5. ഈ 2 നമ്പേഴ്സ് സെയിം ആണെങ്കിൽ യെസ് കൊടുക്കുക, സെയിം അല്ലെങ്കിൽ നോ കൊടുക്കുക. അങ്ങനത്തെ ഒക്കെ രസമുള്ള ടെസ്റ്റാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്തതാണ് പെർസെപ്ച്വൽ സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ 4 ഫിഗേഴ്സ് തരും. ചിലപ്പോൾ അതിൽ ഒരു ഫിഗർ എന്തായിരിക്കില്ല, ഇതുമായിട്ട് മാച്ച് ചെയ്യാത്തൊരു ഫിഗർ ആയിരിക്കും. ആ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റാണ് ഈ പെർസെപ്ച്വൽ സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 5 ടെസ്റ്റുകളാണ്. ഇത് നമ്മൾ സാധാരണ ബാറ്ററീസ് എന്നാട്ടോ പറയൽ. ഈ ഓരോ ടെസ്റ്റിനും നമ്മൾ എന്ത് പറയാറുണ്ട്, ബാറ്ററീസ് എന്ന് പറയാറുണ്ട്. ഈ ഓരോ ടെസ്റ്റിലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നോർമലൈസ് ചെയ്തിട്ട് അതിനെ T സ്കോർ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഓരോ ടെസ്റ്റിലും ഈ 5 ടെസ്റ്റുകളിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് അല്ല ഉണ്ടാവുക, ഈ 5 ടെസ്റ്റും ഉണ്ടാവും. ഈ 5 ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന നോർമലൈസ്ഡ് സ്കോറിനെയാണ് നമ്മൾ എന്ത് പറയാ, T സ്കോർ എന്ന് പറയാം. ഈ T സ്കോറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 42 എബോവ് വന്നാലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വാളിഫൈ ആവുക. അപ്പോൾ മിനിമം T സ്കോർ എത്ര വരണം, 42 വരണം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഈ എക്സാമിനേഷനിൽ ഒരു ചോദ്യം തെറ്റിയാൽ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും വരുന്നില്ല. പക്ഷേ T സ്കോർ എന്ന് പറയുന്നത് 42 വരണം. ഇനി നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം 8 മടങ്ങ് ആളുകളെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു CBAT എക്സാമിനേഷനിൽ
അപ്പോൾ CBAT എക്സാമിനേഷനിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ CBAT എക്സാമിനേഷനിൽ നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ CBT 2 പാർട്ട് ബി 35% വെച്ചിട്ട് ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ ഇവിടെ ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, ഇവിടെ നല്ല സ്കോർ കൂടി വന്നാലേ. കാരണം ഇവിടുത്തെ മാർക്കിൻ്റെ 50% വെയിറ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്നുണ്ട്. സോ T-സ്കോർ എന്ത് ചെയ്യണം, നല്ലൊരു നമ്പറിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റണം. ഓക്കെ, മെമ്മറി ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെമ്മറി ടെസ്റ്റിൽ വേറൊരു ടെസ്റ്റ് ആട്ടോ ഞാനിവിടെ കൊടുക്കുന്നത്. മെമ്മറി ടെസ്റ്റിൽ കുറേ ഫിഗേഴ്സ് മാത്രമല്ല, ഇതേപോലെ റെയിൽവേ ട്രാക്കൊക്കെ തരും. എന്നിട്ട് ഈ റെയിൽവേ ട്രാക്കിൽ ഇപ്പം ഞാൻ പറയാണ്, ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷൻ്റെ പേരാളെന്ന് വിചാരിക്കുക. സേ ഞാൻ പറയാണ് ഈ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് SRR എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക, ഷൊർണൂർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇത് മറ്റൊരു സ്റ്റേഷനാണെന്ന് വിചാരിക്കുക. സേ ഞാൻ പറയാണ് AWY, അതേപോലെ തന്നെ ERN. ഓക്കെ, ERN. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം കേട്ടോ. ഇത് ERS, എറണാകുളം സൗത്ത് ആയിക്കോട്ടെ. അങ്ങനെ കുറേ സ്റ്റേഷൻസിൻ്റെ ഒക്കെ പേരുകൾ ഉണ്ടാവും. നിങ്ങൾ അത് എന്ത് ചെയ്യണം, മെമ്മറൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് ഇവിടെ ഏത് സ്റ്റേഷൻ ആണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എന്തായിരിക്കും വരുന്നുണ്ടാവുക, SRR അല്ലേ. അതേപോലെ ഇതാ ഈ ഒരു സ്റ്റേഷൻ, ഇവിടെ ഏത് സ്റ്റേഷനാണ്, എറണാകുളം ആണല്ലേ, ERS ആണല്ലേ. ഇവിടെ ഏതാണ്, ഇവിടെ ആലുവാണല്ലേ, AWY. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, സ്റ്റേഷൻ്റെ പേരുകൾ മെമ്മറൈസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റ് ആട്ടോ. ഇതൊക്കെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് CBAT ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ALP ബാച്ചസിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹിഡൻ ക്യൂബ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹിഡൻ ക്യൂബ് ടെസ്റ്റിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഗറുകൾ വലിയ ഫിഗറാണ്. ഇതേപോലെ വലിയ ഫിഗർ അല്ല ഉണ്ടാവുക, ചെറിയ ഒരു 3x3 ഒക്കെ ഉള്ള ഫിഗർ ആയിരിക്കും തരുന്നുണ്ടാവും കേട്ടോ. ഈ ഫിഗർ കാണുന്ന സമയത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ഒരു 3x3 ഒക്കെ ഉള്ള ചെറിയ ഫിഗേഴ്സ് ആയിരിക്കും നിങ്ങൾ തരുന്നുണ്ടാവുക. എന്നിട്ട് ആ 3x3 ഉള്ള ആ ഒരു ഇതിൽ എത്ര ക്യൂബുകൾ ഹിഡൻ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കൗണ്ട് ചെയ്യുക. അതായത് നിങ്ങൾ കാണാൻ കഴിയാത്ത ക്യൂബുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, എത്ര വരുന്നുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യണം. സോ അത്തരം ടെസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഹിഡൻ ക്യൂബ് ടെസ്റ്റിൽ നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഇതിനൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട്. ഹിഡൻ ക്യൂബ് ടെസ്റ്റിനൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ട്, നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളാണ് ഈ ടെസ്റ്റിൽ വരുന്നത്. ഈ ടെസ്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഓറിയൻറ്റേഷൻസിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ടെസ്റ്റ് എന്താണ് എന്നൊരു ഓവർവ്യൂ നൽകുക എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ഒരു വീഡിയോസുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകളും റെക്കോർഡർ ക്ലാസ്സും ലൈവ് ക്ലാസ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, CBAT-ന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ CBAT എക്സാമിനേഷനിൽ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഒന്നാമത്തേത് 100% അറ്റംപ്റ്റ് റൂളാണ്. ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, കാരണം ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആവറേജ് മാർക്കിൻ്റെ താഴെ ഒരിക്കലും പോകാൻ പാടില്ല. അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾ ഈ എക്സാം ഫെയിൽ ആവുക. അതായത് ഈ എക്സാമിനേഷനിൽ എല്ലാവർക്കും, നമ്മളിപ്പോൾ ഒരു എക്സാം നടത്തിയപ്പോൾ ഒരു സ്കൂളിൽ നമ്മളൊരു എക്സാം, ഒരു റെഗുലർ ക്ലാസ് നമ്മളൊരു എക്സാം നടത്തി വിചാരിക്കുക. 50 മാർക്കിൻ്റെ പരീക്ഷയിൽ 50 മാർക്കിൻ്റെ പരീക്ഷയിൽ എല്ലാ കുട്ടികൾക്കും 42-ന്റെ മുകളിലാണെങ്കിൽ ആവറേജ് എത്ര ആയിരിക്കും, 42 അല്ല അതിൽ കൂടുതലോ ആയിരിക്കും. എന്നാൽ ആവറേജിൻ്റെ താഴെ മാർക്ക് വന്നാൽ എന്തായി, T-സ്കോർ 42-ന് താഴേക്ക് പോകും. അതായത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ എക്സാമിനേഷനിൽ ആവറേജിന് താഴേക്ക് പോകരുത്. സോ അതാണ് ഈ ഒരു വീക്കസ്റ്റ് ലിങ്ക് പ്രോട്ടോകോൾ പറയുന്നത്. ഒരിക്കലും ആവറേജിന് താഴെ പോകരുത്, ആവറേജിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ എക്സാമിനേഷന് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളൊരു മെഡിക്കലി ഓക്കെ ആണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. സോ നമ്മൾ എന്താണ്, നമുക്ക് അങ്ങനത്തെ മെൻ്റൽ എബിലിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്സോ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. കാരണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാമിനേഷനിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. അതുപോലെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഇൻ്റർഫേസ് സ്റ്റാമിനാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കമ്പ്യൂട്ടറിലല്ലേ ചെയ്ത് പഠിക്കുന്നത്, ഇതൊരു സാധാരണ പരീക്ഷയല്ല. നമ്മൾ ബുക്കിലൊക്കെ പ്രിപ്പറേഷൻ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ ബുക്കിലല്ല പ്രിപ്പറേഷൻ വേണ്ടത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ഇതേ എക്സാമിൻ്റെ പാറ്റേണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് ടെസ്റ്റുകൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും. സോ അതേപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ മൗസിൻ്റെ സ്പീഡ്, അതേപോലെ നമ്മൾ വീഡിയോസിൽ നമ്മൾ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു പ്രസൻസ്, അതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എക്സാമിനേഷനിൽ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റുക. ഇനി ഇതൊന്നും കൂടാതെ ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു വലിയ ടൂൾ ഞാൻ പറഞ്ഞുതരികയാണ്, ദ കാംനെസ്. അതായത് നിങ്ങൾ വളരെ കാമായിട്ട്, ഞാൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വളരെ ഓടിക്കതച്ച് വന്ന് ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ ഉറപ്പാണ്, 100% ഉറപ്പാണ് നമ്മൾ എക്സാം ഫെയിലാവും. നമ്മൾ വളരെ കാമായിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഒരു പ്രഷറും ഇല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സാമിനേഷൻ ഇത് എന്താ പറയുക, ഇതൊരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ നമ്മൾ പല പസിൽസുകൾ സോൾവ് ചെയ്യാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിക്കാറുണ്ടല്ലേ, ആ ഒരു ലാഘവത്തോടു കൂടി പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CBAT ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം എൻട്രിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും CBAT ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. CBAT ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, അതിൽ നല്ലൊരു സ്കോറും എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന ഫൈനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു
മാർക്ക് എന്ന് പറയുന്നത് CBAT-ൻ്റെ മാർക്കും അതേപോലെ തന്നെ CBT-2-ൻ്റെ പാർട്ട് എയുടെ മാർക്ക് കൂടി ചേർത്തിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. സോ ആ ഒരു മെറിറ്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്കൊരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് മാറാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്കോറും നിങ്ങൾ എന്തിരിക്കണം, ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞ CBAT-ലെ എല്ലാ ഘട്ടത്തിലും നല്ല മാർക്ക് വേണം. അതേപോലെ പാർട്ട് എയിലും നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ALP ആവാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് 2026 ALP എന്ന് പറഞ്ഞ ആ ഒരു സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. എൻട്രിയോടൊപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളും ഏറ്റവും മികച്ച മെന്റർഷിപ്പും ഏറ്റവും മികച്ച CBAT ക്ലാസ്സുകളും ഉൾപ്പെടെയാണ് ഈ ALP ബാച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ എൻട്രിയുടെ ALP ബാച്ചസിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാനും താല്പര്യപ്പെടുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.